I got the horses in the back, horse stock is attached. Head is matted black, got the bushes black to match. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് സയൻസ് കേരളയുടെ പുതിയൊരു ടെക് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓഡിയോ സ്പെക്ട്രം ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഓഡിയോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന പാട്ടിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബാസ് കൂടുന്നത് കുറയുന്നതനുസരിച്ച് ലൈൻസ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓഡിയോ സ്പെക്ട്രം എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് AV പ്ലെയർ. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടൊരു ഫ്രീ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനകത്തോട്ടൊരു പാട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ടോപ്പ് സൈഡിലെ ലെഫ്റ്റിലെ 3 ലൈൻസ് ആണ്, അത് ക്ലിക്ക് ചെയ്യുക. തൊട്ടാഴെ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള പാട്ടിനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ടിനാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതിനായിട്ട് വീണ്ടും ടോപ്പ് ലെഫ്റ്റ് സൈഡിലെ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടാഴെ വിഷ്വലൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓണായി വന്നിരിക്കുന്നത് കാണാം. ഇനി ടോപ്പ് സൈഡിൽ 6 സ്ക്വയർസ് ആണ് ചെറുത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ സെൽസ് ഇങ്ങനെ ലോഡായി വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റി ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ ഇത് ഓൾറെഡി ഇങ്ങനെ ഇമേജ് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. തൊട്ട് ഇമേജ് എങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിച്ചു. അതിനായിട്ട് ടോപ്പിൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു പെൻസിൽ ടൂൾ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ആണ്. അവിടെ ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിലായിട്ട് ഒരു ക്രോസ് ലൈൻ പോയത് കാണാം. അതായത് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ നമുക്ക് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കസ്റ്റം ഇമേജ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ പിക് ഇമേജ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഒരു ഫോട്ടോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതന്നെ വീണ്ടും സെലക്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇവിടെ ഓപ്പൺ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അത് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ പോകുമ്പോൾ ഇവിടെ ഒരു ഇമേജ് എന്ന ഓപ്ഷൻ കാണാം. അത് ഇവിടുത്തെ ഈ ഒരു ഫോട്ടോ, ഇവിടെ ഈ ട്രയാങ്കിളിനകത്തുള്ളൊരു ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ കസ്റ്റം ഇമേജ് കൊടുത്തിട്ട് പിക്ക് ഇമേജ് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഇടാമെന്നാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ്, ഫോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. ഇതിനകത്ത് ഒത്തിരി സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ലോഡ് ഫ്രം ഫയൽ. നമുക്ക് ഇതിനകത്ത് കാരണം സേവ് ടു ഫയലും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. നമ്മളിടുന്ന ഓരോന്നനുസരിച്ചായിരിക്കും മാറുക. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. പ്ലേ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. മാത്രമല്ല ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിടുന്ന പാട്ടിൻ്റെ ബാസ് ഫ്രീക്വൻസി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് ടോപ്പ് സൈഡിലായിട്ട് ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് താഴോട്ട് ഇക്വലൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് വന്നിരിക്കുന്നത് കാണാം. ആദ്യം നമ്മൾ ഈ ഇക്വലൈസറിൻ്റെ ബട്ടൺ ഓൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യം ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം 0 ആയിരിക്കും കാണുക. ഇവിടെ എല്ലാം 0. അപ്പോൾ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇവിടെ കസ്റ്റം എന്നുള്ളൊരു കാര്യമാണ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യാൻ നമുക്കൊരു ശബ്ദം മാറുന്നതാണ്. ഓക്കെ, ഇപ്പം അവിടെ നമുക്ക് ഇഷ്ടം സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്ക് ബാസ് കൂട്ടാനും അതുപോലെ ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ താഴെ യൂട്ടിലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൂട്ടാൻ നമുക്ക് അതനുസരിച്ചുള്ള മാറ്റം വരുന്നതാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാ രീതിയിലാവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ഹെവി മെറ്റൽ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ടോപ്പിലെ റൈസിൽ നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് വീഡിയോ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആദ്യം ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ ഈ സേവ് ചെയ്യുന്ന സംഭവം എവിടെ പോയി കിടക്കുന്നുള്ളത് നമുക്കവിടെ പാത്ത് സേവ് ചെയ്യുന്നതാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്ത് അവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഫയൽ നെയിമൊക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് വീഡിയോ വിഡ്ത്ത്, വീഡിയോ ഹൈറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് പ്രീമിയം പ്രോഡക്റ്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ വില ഏകദേശം 420 രൂപയോളം വരും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ആഡുകളൊന്നും വരത്തില്ല. ഇതിനകത്ത് നെറ്റ് കണക്കുമ്പം ധാരാളം ആഡുകൾ വരും. പിന്നെ മറ്റുള്ള കൂടുതൽ ഓപ്ഷനുകളുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഇവിടെ എക്സ്പോർട്ട് നിൽക്കുക. ഈ ലോഡാവുന്ന സ്പീഡ് നിങ്ങളുടെ ഫോണിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഇപ്പം എൻ്റെ ഇത് എക്സ്പോർട്ടിങ് ഫിനിഷായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. Captain Jack Sparrow. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും ഒരു നല്ല വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.